ടോസ്കാന വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തേക്കിൻ്റെ തടിയാണ്. തേക്കിനകത്ത് പോളിഷ് ചെയ്തിരിക്കുന്ന ഡിസൈനാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ വിശ്വസിക്കും. കാരണം ആ രീതിയിലുള്ള സെയിം പാറ്റേണിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതൊരു മൾട്ടിവുഡിനകത്ത് ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ്. വളരെ അതേ സ്ട്രക്ചറിന് എല്ലാ ഡിസൈൻസും അനുസരിച്ച് നമ്മളത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു പാറ്റേൺ ആണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണ മൾട്ടിവുഡ് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്ലൈവുഡ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരത്തിൻ്റെ ഡിസൈൻസ് ആ രീതിയിലുള്ള ഇതിലെല്ലാം നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും തേക്ക് അല്ലെങ്കിൽ വീട്ടി ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് പെയിൻറ്റിങ് ചെയ്ത് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ABCD അറിയാത്ത ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടുകളുടെ ഏത് മരത്തിൻ്റെ ഡിസൈൻസും അതല്ലെങ്കിൽ നിങ്ങളുടെ ജനൽപ്പാളികൾ അതല്ലെങ്കിൽ വാതിൽ കട്ടിലുകൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ഇത് ജസ്റ്റ് ഒരു 4 mm തിക്നെസ് ഉള്ള ഒരു മൾട്ടിവുഡാണ്. ഈ ഒരു ബാക്ക് സൈഡ് വൈറ്റ് വരുന്ന ഇതേ മോഡലുള്ള മെറ്റീരിയലായിരുന്നത്. ഇതെങ്ങനെ നമുക്ക് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ജസ്റ്റ് നോക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ടോസ്കാന വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൾട്ടിവുഡിൻ്റെ ഒരു കഷ്ണം ഷീറ്റാണ്. നമുക്ക് ഏത് രീതിയിലുള്ള മെറ്റീരിയൽസ് എടുക്കാം. അതിനകത്ത് ഒരു 80 സാൻഡ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പേപ്പർ റഫായിട്ടുള്ള ഭാഗങ്ങളൊന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ വുഡൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമ്മൾ അതിനകത്ത് പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാൻഡ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിയൊക്കെ തട്ടിയതിന് ശേഷം ഇത് സീലർ മിക്സറാണ്. ഇത് സീലർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് മേലെ ഒന്ന് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടച്ച് വുഡിൻ്റെ ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തിന്നർ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ട് നമുക്ക് ഇതിനകത്ത് ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പ്രോസസ്സ് അതേപോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്കും ഇതേപോലത്തെ ഈ വുഡൻ ഡിസൈൻസ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഏത് മരത്തിനകത്തും ഏത് ഡിസൈൻസിനകത്തും ഏത് ഇരുമ്പിനകത്തും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം സാൻഡ് പേപ്പർ 220 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലുള്ള ഈ നമ്മൾ സീലർ വെച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. സാൻഡ് പേപ്പേഴ്സ് 220 ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ തിന്നായിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതും പൊടി തട്ടിയതിന് ശേഷം ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് PS വൈറ്റ് ഓട്ടോമോട്ടീവ് പെയിൻറ്റ് എന്നുള്ള പെയിൻ്റ് ഉണ്ട്. അത് ഏത് രീതിയിലുള്ള പല കമ്പനിയിലും വരുന്നുണ്ട്. ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ നെയിംസ് എല്ലാം ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് എനിക്ക് മാർക്ക് ചെയ്ത് തരാം. അത് കുറച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് തിന്നറും കൂടെ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ തേക്ക് പൗഡറും കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് തിന്നർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ തേക്ക് പൗഡർ നമുക്ക് പെയിൻറ്റിങ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതും കൂടെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഇത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മെറ്റീരിയൽ ഉണങ്ങാനുള്ള സമയം നമ്മൾ അതിനകത്ത് ചെയ്യണം. ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത് ചെയ്യുന്നത്. നേരത്തെ ഉപയോഗിച്ച ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു കോട്ടും കൂടെ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം അത് അപ്ലൈ ചെയ്യാൻ. ഓരോ പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ സർഫസ് വളരെ മാറ്റ് ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് രീതിയിൽ നമ്മൾ സാൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് കഴിഞ്ഞാൽ ആ ചെറിയ ഗ്രൂവ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ചെറിയ ഗ്രൂവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ പ്ലൈവുഡ് ഈ ഷീറ്റിനകത്ത് ചെറിയ രീതിയിലുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കവർ ചെയ്യാതെ പൊട്ടിയിട്ട് പാക്ക് ചെയ്യാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും മരത്തിൻ്റെ. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും
പേപ്പർ ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. എവിടെയെങ്കിലും ഭാഗത്ത് ക്ലിയർ ചെയ്യാത്ത കവർ ചെയ്യാത്ത ഭാഗങ്ങളിൽ അവിടെ ഒന്നുകൂടെ ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി ചെയ്യാം. ഇപ്പോൾ ഈ ഷീറ്റിനകത്ത് ചെറിയ ഭാഗങ്ങളിൽ ടച്ച് ചെയ്യാത്ത ഭാഗങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് ഒന്നുകൂടെ കവർ ചെയ്യണം. അതിനുശേഷം വേണ്ടത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സീലർ മിക്സർ ഇത്തിരി എടുത്ത് അതിൻ്റെ കൂടെ തേക്ക് പൗഡർ മിക്സ് ചെയ്യുക. ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് കൂടെ അപ്ലൈ ചെയ്യാം. നമുക്ക് ആ തേക്കിൻ്റെ കളറ് അതിൻ്റെ ബേസ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വീട്ടിക്ക് വേണ്ടിയിട്ട് വേറെ മെറ്റീരിയൽ ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ചെറിയ ഐഡിയാസ് വെച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോസസ്സാണ്. ഈ പല രീതിയിൽ നിങ്ങൾക്ക് തന്നെ പല കളറും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. പണ്ട് കാലത്ത് ഇതിൻ്റെ മെയിൻ എക്സ്പേർട്സിന് മാത്രം പരിചയം ഉണ്ടായിരുന്ന കാര്യമാണിത്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം വരുന്നത്. സിമ്പിളായിട്ട് അതിൻ്റെ ഡിസൈൻസും ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വീടിനകത്ത് ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് തന്നെ സിമ്പിളായിട്ടിരുന്ന് നമ്മുടെ വീടിനകത്തുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധനം സീലറും അതുപോലെ തന്നെ തേക്ക് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളുണ്ടാക്കുന്ന മിക്സ് ലൂസാക്കാൻ വേണ്ടി നമുക്ക് തിന്നർ ഉപയോഗിക്കാം. അത് പെട്ടെന്ന് ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് തിന്നർ ഉപയോഗിക്കുന്നത്. അത് തുടങ്ങിയ ശേഷം വീണ്ടും 220 സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മുകളിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് മാറ്റുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ചെറിയൊരു കോട്ടൺ എടുക്കണം. അതുപോലെ തന്നെ ഇത് ബ്രൗൺ കളർ എനാമൽ പെയിൻ്റാണ്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ കൂടെ വേണ്ടത് യെല്ലോ കളർ എനാമൽ പെയിൻറ്റ് വേണം. ഇപ്പോൾ ഉപയോഗിക്കുന്ന യെല്ലോ കുറച്ച് നമ്മളൊരു പാത്രത്തിനകത്തോട് എടുക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് എടുക്കുക, ബ്ലാക്ക് കളർ. ചില ആളുകൾ റെഡ് കളർ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏത് രീതിയിലാണ് ഗ്രെയിൻസ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ബ്രൗൺ ബേസാണ് കൂടുതൽ വേണ്ടത്. ബ്രൗൺ ബേസ് കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് തിന്നർ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് കറോസിന് നമുക്ക് ആവശ്യമുണ്ട്. മണ്ണെണ്ണ എന്ന് പറയുന്നത് അത് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. കാരണം അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം മണ്ണെണ്ണയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ബ്ലാക്ക് ഈ ബ്രൗൺ ഷെയ്ഡിനകത്ത് മുക്കി ഇതുപോലെ ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല, ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ അതിനകത്തുള്ള ഗ്രൈൻസ് നമുക്ക് അതുപോലെ തന്നെ ആ ഒരു കോട്ടൺ തുണി കാരണം അത് അങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്നുള്ളതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വരച്ചെടുക്കാം. വളരെ എക്സ്പേർട്സ് അതിന് കമ്പും കാര്യങ്ങളൊക്കെ വരച്ച് ചെയ്യാറുണ്ട്. നമുക്കതിന് അത്ര എക്സ്പേർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പല രീതിയിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് രീതിയിൽ വരയ്ക്കുന്ന ആ രീതിയിൽ ഡിസൈൻസ് ആയി തോന്നിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ ഡിസൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിർത്താൻ പറ്റും. പല രീതിയിൽ ഇത് വേറെ മോഡലാണ്. അങ്ങനെ നമുക്ക് ഏത് രീതിയിലുള്ള മോഡൽസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വേറെ വേറെ മോഡൽസാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡൽസ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുക. അത് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ലാമിനേറ്റും കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉപയോഗിച്ച് അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു മാറ്റ് ടൈപ്പാണ് വരിക. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.